ഇന്ന് നമ്മൾ ബീഫിൻ്റെ കിഡ്നിയാണ് കറി വയ്ക്കാനായിട്ട് പോകുന്നത്. ബീഫിൻ്റെ കിഡ്നി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് കഴുകിയെടുത്ത് മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ മിക്സ് ചെയ്ത് അല്പം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ഇത് വെന്ത് വരുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള മസാലക്കൂട്ട് തയ്യാറാക്കാവുന്നതാണ്. മിക്സിയുടെ ജാറെടുത്ത് സബോള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, വേപ്പില, കുരുമുളക്, പെരിഞ്ജീരകം എന്നിവ ഒന്നടിച്ചെടുക്കാം. ഈ കറിയിലേക്ക് ഞങ്ങൾ മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകും കുരുമുളകുമാണ് ഞങ്ങളുടെ എരിവിനനുസരിച്ച് ഞങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി അടുപ്പ് കത്തിച്ച് നമുക്ക് ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ സബോളയും വേപ്പിൻ്റെ ഇലയും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയം ആദ്യം നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഒന്ന് വാടി വരുന്ന സമയം മല്ലിപ്പൊടി, മസാലപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ആദ്യം വേവിച്ച് വെച്ചിട്ടുള്ള ബീഫിൻ്റെ കിഡ്നിയും അല്ലെങ്കിൽ ഗ്രേവിയും ചേർത്ത് ഒരു തിക്ക് ആവുന്നത് വരെ നമുക്ക് ഒന്ന് വറ്റിച്ചെടുക്കാം. ആദ്യം ഉപ്പ് ചേർത്തിട്ടുള്ളത് കൊണ്ട് നമുക്ക് വീണ്ടും ഉപ്പ് ഇതിലേക്ക് ചേർക്കേണ്ട കാര്യമില്ല. നമുക്ക് ചോറിലേക്ക് ഉപയോഗിക്കാം.